നമസ്കാരം പ്രിയപ്പെട്ടവരെ, മൈൻഡിറ്റിൻ്റെ 3-ാം എപ്പിസോഡിലേക്ക് ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ഞാൻ പതിവ് പോലെ നമ്മുടെ സുഹൃത്തായ ബിജു തോമസിനെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമസ്കാരം. നമസ്കാരം. നമ്മളിങ്ങനെ തലമുറകളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ് അല്ലേ? തീർച്ചയായിട്ടും. ഞാൻ ആലോചിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ബെന്യാമിൻ എഴുതിയ പുസ്തകമാണ് ആടുജീവിതം. അതിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മൾ അനുഭവിക്കാത്ത ജീവിതങ്ങളെല്ലാം നമുക്ക് കെട്ടുകഥകളാണെന്ന് അല്ലേ? പലപ്പോഴും എനിക്കൊന്ന് ജെൻ ആൽഫയും ജെൻ സിയൊക്കെ നമ്മളെ കേൾക്കുന്നത് ഇതൊക്കെ വെറുതെ ബടായിയും തള്ളുപടിക്കുന്ന കുറെ ആളുകളാണ് എന്ന രീതിയിലാണ്. അപ്പോൾ ഇന്ന് നമുക്ക് സംസാരിക്കേണ്ടത് ജെൻ ആൽഫ, ജെൻ ബീറ്റ ഇവരെ പറ്റിയാണ്. കഴിഞ്ഞ തവണ നമ്മൾ ബാക്കി തലമുറകളെ കുറിച്ചൊക്കെ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഇനി ഇതിനെ കുറിച്ചാണ് പറയാനുള്ളത്. എങ്ങനെയാണ് ആരംഭിക്കേണ്ടത്? അത് നമുക്ക് കഴിഞ്ഞ നമ്മൾ പറഞ്ഞു നിർത്തിയത് ജെൻ സി ആണല്ലോ. ജെൻ സി കഴിഞ്ഞിട്ട് വരുന്നതാണ് ജെൻ ആൽഫ. അപ്പോൾ ജെൻ ആൽഫയെ പറ്റി പറയുകയാണെങ്കിൽ അതിന്റെ കാലഘട്ടം 2013 മുതൽ 2025 വരെ, അതായത് 24 വരെ എന്ന് വേണം പറയാം. 24 വരെ. അപ്പൊ നമ്മളിപ്പോ 2025-ലാണുള്ളത്. അപ്പൊ ഇത് നമ്മുടെ ആക്ച്വലി ജെൻ ബീറ്റ ജനിക്കുന്നവരൊക്കെ ജെൻ ബീറ്റയാണ്. അതൊരു കംപ്ലീറ്റ്ലി ഒരു ഡിഫറെന്റ് കാറ്റഗറി ഓഫ് കുട്ടികളാണ് ഇനി വരാൻ പോകുന്നത്. ജെൻ ആൽഫയെ തന്നെ നമുക്ക് മനസ്സിലാവുന്നേ ഇല്ല. തീർച്ചയായിട്ടും. ഞാൻ എന്നോട് ഒരു തമാശ പറയായിരുന്നു. എൻ്റെ വീട്ടിൽ ഒരു ജെൻ ആൽഫയുണ്ട്. അപ്പോൾ ആള് പരീക്ഷാ കാലമായിരുന്നു. അപ്പോൾ കഴിഞ്ഞ തവണ പരീക്ഷയ്ക്ക് ഒന്നിച്ചിരുന്നപ്പോൾ എന്നോട് പറയാം, അച്ഛാ ഒരു ചോദ്യം ചോദിക്കട്ടെ. ഈ പരീക്ഷയ്ക്ക് വന്നൊരു ചോദ്യമാണ്, ഒരു വിനോദയാത്ര നടത്തിയതിനെ പറ്റി ഒരു കത്ത് എഴുതണം, പ്രിൻസിപ്പളിന് ഒരു കത്ത് എഴുതണം. എന്നോട് ചോദിച്ചു, അച്ഛാ ഇനി ഞാൻ എപ്പോഴെങ്കിലും ജീവിതത്തിൽ കത്ത് എഴുതുമോ? ഇതൊക്കെ ഒരു വോയിസ് നോട്ടായിട്ട് വാട്സപ്പിലൂടെ അയച്ചു കൊടുത്താൽ പോലെ, എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നത്. അപ്പോൾ വളരെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള, ഇതൊക്കെ എന്തിനാണ് ചെയ്യുന്നത് പോലും അറിയാതെ ഇങ്ങനെ ചെയ്തു പോകുന്ന ഒരു തലമുറയായിട്ടാണ് എനിക്ക് ജെൻ ആൽഫേനെ ഇപ്പോൾ പരിചിതമായി കൊണ്ടിരിക്കുന്നത്. ഒന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, ജെൻ ആൽഫ എന്ന് പറയുന്ന ഈ ഒരു കാലഘട്ടത്തിലുള്ളവര് നമ്മൾ ജെൻ സിയെ പോലെ തന്നെ ഈ ഡിജിറ്റൽ വേൾഡ്, അഡ്വാൻസ്ഡ് ഡിജിറ്റൽ വേൾഡിലാണ് അവർ ജനിച്ചിട്ടുള്ളത്. നമ്മൾ നേരത്തെ ഉണ്ടായിരുന്നത് മൊബൈൽ ഫോൺ ആയിരുന്നെങ്കിൽ ഇപ്പോൾ അത് സ്മാർട്ട് ഫോണിന്റെ കാലഘട്ടം. സ്മാർട്ട് ഫോൺ, അത് AI പവേർഡ് സ്മാർട്ട് ഫോൺസ് ആണ് ഇപ്പം വരുന്നത്. ഇവരുടെ പഠിത്തത്തിന്റെ കാര്യം നോക്കിയാൽ, അവരുടെ വിദ്യാഭ്യാസത്തിന്റെ കാര്യങ്ങൾ നോക്കി കഴിഞ്ഞാൽ മോസ്റ്റ്ലി അവരുടെ ഓൺലൈൻ ലേണിംഗ് അറിയാമല്ലോ. നമ്മുടെ കോവിഡ് വന്നതിന് ശേഷം അതെ, അപ്പോൾ ഓൺലൈൻ ലേണിംഗ് ആണ്. അതിപ്പോ ഈ ഓഫ്ലൈനെക്കാട്ടില് ലൈക്ക് ടു ഡു ഓൺലൈൻ ലേണിംഗ്. പിന്നെ പേരന്റിങ്ങിനെ പറ്റി അവരുടെ എക്സ്പെക്ടേഷൻസ് തന്നെ ഡിഫറെന്റ്. അവരുടെ എക്സ്പെക്ടേഷൻസ് പേരന്റ് ഹാസ് ടു ബി എ ഫ്രണ്ട് ഓഫ് ദാസ് എന്നാണ്. അപ്പൊ ഒരു സുഹൃത്തായിട്ട് പേരന്റിനെ കാണണം എന്ന് ചിന്തിക്കുന്നവരാണ് ഈ ഒരു ജനറേഷൻ. അതുകൂടാണ്ട് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി സ്മാർട്ട് ഫോൺസ്, ടാബ്ലറ്റ്സ്, അവർ ഈ വോയിസ് അസിസ്റ്റൻസിന്റെ കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. അറിയാമായിരിക്കുമല്ലോ, സിരിയും അലക്സയും ഒക്കെ പോലെയുള്ള വോയിസ് അസിസ്റ്റൻസ്. അപ്പൊ അവരെ സംബന്ധിക്കുന്നിടത്തോളം അവര് പിന്നെ ബുക്സ്, പഠിത്തത്തിന്റെ രീതി നോക്കുക. അവര് ഇപ്പൊ ബുക്സ് എത്ര പേര് കൈകൊണ്ട് പെൻ ആൻഡ് പേപ്പർ ഉപയോഗിച്ച് എഴുതി പഠിക്കുക, അല്ലെങ്കിൽ പിന്നെ ഈ രീതികളൊന്നും ഇല്ല ഈ കുട്ടികൾക്ക്. അവരൊക്കെ സോഫ്റ്റ് ബുക്സ് ആണ് ഉപയോഗിക്കുന്നത്, അല്ല ഓൺലൈൻ ബുക്സ്. ഇതാണ് അവർ ഉപയോഗിക്കുന്നത്. വളരെ ടെക് സാവി ആയിട്ടുള്ള കുട്ടികളാണ് ഇത്. അതുകൂടാണ്ട് തന്നെ അവരുടെ ലേണിംഗ് പ്ലാറ്റ്ഫോംസ് നോക്കിക്കഴിഞ്ഞാൽ അത് വളരെ വലിയൊരു വ്യത്യാസം ഇപ്പം നമുക്ക് ശ്രദ്ധിക്കാവുന്നതെന്ന് വെച്ചാൽ, ഇപ്പം ലേണിംഗ് പ്ലാറ്റ്ഫോംസ് എല്ലാം ആപ്പ് ബേസ്ഡ് ആയി. അപ്പൊ ഓൺലൈൻ ലേണിംഗ് വന്നു. അതുകൂടാണ്ട് ഇപ്പൊ ആപ്പ് ബേസ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോണില് ആപ്സിലാണ് പല ലേണിംഗ് ആപ്ലിക്കേഷൻസ് ഉള്ളത്. അവർ പഠിക്കുന്നത് ഫോണിലാണ്. അപ്പൊ ഇതെപ്പോഴും പലപ്പോഴും തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യമാണ്. ഇവർക്ക് കുട്ടികൾ എപ്പോഴും ഫോൺ ചോദിക്കും. ബിക്കോസ് അത് ഫോൺ ചോദിക്കുന്നത് നമ്മൾ പേരൻസ് വിചാരിക്കും അവര് മറ്റു പല എന്റർടൈൻമെന്റ് ആക്ടിവിറ്റീസിനും അല്ലെങ്കിൽ മറ്റു പലതിനുമാണെന്ന് വിചാരിക്കും. പക്ഷെങ്കിൽ അവരുടെ ഒരു നാച്ചുറൽ ലേണിംഗ് പ്രോസസ്സാണ് ഇപ്പോൾ മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞത് ഒരു ജീവിതത്തിന്റെ ഭാഗമായി കഴിഞ്ഞു. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ, ഇവര് ഷോർട്ട് അറ്റൻഷൻ സ്പാൻ ഉള്ള ആൾക്കാരാണ്. അവരുടെ ശ്രദ്ധ പെട്ടെന്ന് മാറിപ്പോകും. അപ്പൊ അവർക്ക് ഒരു സംഭവത്തിൽ അധികം നേരം കോൺസെൻട്രേറ്റ് ചെയ്യാനിരിക്കാൻ പറ്റില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അവര് ചാടി ഒരു കാര്യം നിങ്ങൾ പറഞ്ഞൊരു ഹാഫ് ആൻ അവർ അതിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്യാൻ അവർക്ക് പറ്റത്തില്ല. സോ ദേ ഹാവ് ഷോർട്ട് അറ്റൻഷൻ സ്പാൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ് അവർക്കുള്ളത്. അതായത് ഇപ്പൊ പഴയ ഉത്സവത്തെ പറ്റിയും നാടിനെ പറ്റിയൊക്കെ പറഞ്ഞു തുടങ്ങിയാലേ കുട്ടികളൊരു അച്ഛ നിർത്ത് എന്ന് പറയും. അവർക്ക് അത്ര കേൾക്കാനുള്ള സാവകാശം, അവർക്ക് സാവകാശമില്ല. അവർ പെട്ടെന്ന് ഇംപേഷ്യന്റ് ആവാൻ കാര്യം.
പിന്നെ അത് നമ്മൾ അവർ റിഫ്ലക്ട് ചെയ്യുന്ന അവർ കാണുന്ന കണ്ടന്റ് ആണെങ്കിൽ തന്നെ ഇപ്പൊ സോഷ്യൽ മീഡിയയിലാണെങ്കിലും തന്നെ അവർ റീൽസും ഷോർട്സും ആണ് കൂടുതൽ കാണുന്നത്. അല്ല അവർ യൂട്യൂബ് വീഡിയോസ് തന്നെ ഇപ്പൊ അവർക്ക് അരോചകമായി തുടങ്ങി ബിക്കോസ് ഓഫ് ദ ലെങ്ത്. അപ്പൊ അതാണ് ഷോർട്ട് സ്പാൻ, അറ്റൻഷൻ സ്പാൻ. ഓക്കെ, അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് വിഷ്വൽ ലേണേഴ്സ് ആണ്. നമ്മൾ സാധാരണ നേരത്തെയുള്ള ജനറേഷൻ അവര് പിന്നെ വായിച്ച് പഠിക്കുക അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ആണെങ്കിലും, പക്ഷെ ഇവരത് കൂടുതൽ വീഡിയോസ്, പിന്നെ ഇൻഫോഗ്രാഫിക്സ് അല്ലെങ്കിൽ ഇന്ററാക്റ്റീവ് കണ്ടന്റ്, അപ്പൊ പഠിക്കുന്ന രീതി തന്നെ മാറ്റിട്ടുണ്ട് അവരുടെ. പിന്നെ ഏറ്റവും വലിയൊരു പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നുന്നത് ഇവർക്കൊരു ഗ്ലോബൽ എക്സ്പോഷർ ഉണ്ട്. അവരൊക്കെ ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലോബൽ സിറ്റിസന്റെ ഒരു കാറ്റഗറിയിൽ വരും. ഈ കുട്ടികൾ പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചാല് പിന്നെ അവരുടെ അവർക്ക് ഭാഷ ഒരു വ്യത്യാസം അവർ കാണാറില്ല. നമ്മളൊന്നെങ്കിലും മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷ്, സംടൈംസ് ഈ കുട്ടികൾ നമ്മൾ കൊറിയൻ ഭാഷയിലുള്ള പാട്ടുകൾ കേൾക്കുന്നതാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അത് വളരെ പോപ്പുലർ ആയിട്ട്. കറക്റ്റ്. അപ്പൊ കൊറിയൻ നമ്മളിത് അത്ഭുതപ്പെട്ടു പോകും, എന്താണ് ഈ കേൾക്കുന്നത്. ലാംഗ്വേജ് ബാരിയേഴ്സ് ഇല്ല. ട്രൈ ടു ലേൺ ന്യൂ ലാംഗ്വേജസ്. അതായത് നമ്മൾ ചിന്തിക്കാത്ത ലാംഗ്വേജ്, സ്പാനിഷും ജർമ്മനും ഫ്രഞ്ചും എല്ലാം ആപ്പ് മുഖേനയൊക്കെ അവർ പഠിക്കുകയാണ്. കറക്റ്റ്. പിന്നെ അതുകൂടാണ്ട് they are always trying to become independent. എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവും അവരവരുടെ കാര്യം ശ്രദ്ധിക്കാനാണ് കൂടുതൽ. എപ്പോഴും ഈ പേരൻസിന്റെ ജെൻസി ഒരു പക്ഷേ പേരൻസിന്റെ കുറച്ചുകൂടെ ഒക്കെ പ്രൊട്ടക്ഷനും ഒക്കെ ആഗ്രഹിച്ച് പേരൻസിന്റെ അടുത്ത് പല കാര്യങ്ങളൊക്കെ ചോദിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നുണ്ടാവും. പക്ഷേ ജെൻ ആൽഫയിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അത് ഒരുപാട് കുറഞ്ഞു. ഇൻഡിപെൻഡന്റ് ആയിട്ട് പിന്നെ അവർക്ക് ജീവിക്കാനാണ് അവർക്ക് താല്പര്യം. പിന്നെ അതുപോലെ തന്നെ സോഷ്യലി അവെയർ ആയിരിക്കും അവർ. അത് ബേസിക്കലി ഇക്വാലിറ്റി, അപ്പൊ അവർക്ക് ഈ ജെൻഡർ ഡിഫറൻസസ് നേരത്തെ പറഞ്ഞ ആൽഫയിൽ അത് തീരെ അവർക്ക് അതിന് തോന്നില്ല. മനുഷ്യരെല്ലാം ഒന്നാണെന്നുള്ള ഒരു ചിന്ത, ഇക്വാലിറ്റി. അപ്പൊ ഇതൊക്കെയാണ് അതിനെപ്പറ്റി ആൽഫയെ പറ്റി പറയാനുള്ളത്. വെരി ഇൻട്രസ്റ്റിംഗ് ഒരു കാറ്റഗറി ആണ് ഇവര്. ജെൻ ആൽഫ പിന്നെ ഒരുപാട് പരാതികളുണ്ട്. അത് ശ്രദ്ധിച്ചാൽ നമ്മളൊരു കൗൺസിലർ എന്ന രീതിയിൽ ഇവരുടെ പരാതികൾ നമ്മുടെ അടുത്ത് എത്താറുണ്ട്. അപ്പൊ ആദ്യത്തെ ഒരു പരാതി എന്താന്ന് വെച്ചാല് ഈ ഫോൺ യൂസേജ് അല്ലെ സ്ക്രീൻ ടൈം യൂസേജ്. അപ്പൊ അവരെ പലപ്പോഴും പേരൻസ് റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരുമ്പോൾ അവർ പറയുന്നത് വൈ ആർ യു ഇന്റർഫിയറിങ് ഇൻ മൈ ഡിജിറ്റൽ സ്പേസ്. ഇത് അവർക്കൊരു ഡിജിറ്റൽ ലൈഫാണ്. അപ്പൊ ഈ ലൈഫിൽ എന്തിനാ, വാട്ട് ഈസ് യുവർ റോൾ. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ദിസ് ഇസ് ലൈഫ് ഇറ്റ് സെൽഫ്. അപ്പൊ ഈ സ്ക്രീൻ ടൈം അവർ ഉപയോഗിക്കുന്നത് അവർ എന്റർടൈൻമെന്റ് ഉപയോഗിക്കുന്നു, അവർ പഠിക്കാൻ ഉപയോഗിക്കുന്നു, അവരുടെ ഫ്രണ്ട്സുമായിട്ട് കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നു. സോ ദേ യൂസിങ് ഇറ്റ്സ് പാർട്ട് ഓഫ് ദ ലൈഫ്. മറ്റൊരു കാര്യം ഇപ്പൊ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അവരുടെ ഫ്രണ്ട് സർക്കിൾ. അപ്പൊ ഇവരുടെ ഫ്രണ്ട് സർക്കിൾ ഈസ് ആക്ച്വലി നോട്ട് ലിമിറ്റഡ് ടു ദി ഏരിയ അറൌണ്ട്. അവർക്ക് ചിലപ്പോൾ ഫ്രണ്ട്സ് വേൾഡ് വൈഡ് ഫ്രണ്ട്സ് ഉണ്ടാവും. അപ്പൊ ഇതിന്റെ തെറ്റുശരികളൊക്കെ നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. പക്ഷെ എങ്കിൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഓൺലൈൻ ഗെയിംസ്, ചിലർ ചെസ് കളിക്കുന്നുണ്ടാവും, സംബഡി സിറ്റിംഗ് ഇൻ സ്പെയിൻ or elsewhere. അപ്പൊ ഈ കുട്ടികൾ അവരുടെ കൂടെ ഇരുന്ന് ചെസ് കളിക്കുന്നത് നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. സോ വി മൈറ്റ് ബി വണ്ടറിങ് വാട്ട് ആർ ദി, ഐ മീൻ അത് ഞാൻ ആദ്യം പറഞ്ഞു, ഇവരൊക്കെ ഒരു ഗ്ലോബൽ സിറ്റിസൺ എന്നുള്ള രീതിയിൽ. ഒരു കുട്ടിയെ പരിചയപ്പെടുന്നു, 8ാം ക്ലാസ്സേ ഉള്ളൂ. 8ാം ക്ലാസ്സിലെ കുട്ടി സംസാരിച്ചപ്പോൾ ആ കുട്ടി ഇതൊരു ഗെയിം കളിക്കുകയാണ്. അപ്പോൾ ആ കുട്ടിക്ക് ഓസ്ട്രേലിയ പോകണമെന്നാണ് താല്പര്യം. അപ്പോൾ ഞാൻ അതിനെപ്പറ്റി ഡിഗ് ചെയ്ത് ചോദിച്ചപ്പോൾ മനസ്സിലായത് ഹീസ് ഹാവിങ് എ പാർട്ട്ണർ. ഈ പറഞ്ഞ പോലെ ഗെയിം കളിക്കുന്നവർ ഓസ്ട്രേലിയക്കാരനായ ഒരാളാണ് പാർട്ട്ണർ. സോ അദ്ദേഹമായിട്ടൊരു ചാറ്റിങ്ങിൽ കഴിഞ്ഞു. അപ്പോൾ അദ്ദേഹം റെഡിയാണ് ഇദ്ദേഹത്തിനെ കൊണ്ടുവരാനൊക്കെ. അപ്പോൾ ആ ഒരു സ്വപ്നമാണ് എന്നോട് ഇന്ന് ഷെയർ ചെയ്യുന്നത്. അതെ, തീർച്ചയായിട്ടും. പിന്നെ ഇവരുടെ മറ്റൊരു കംപ്ലൈന്റ് എന്താ വെച്ചാൽ പേരൻസിന്റെ അടുത്താണ് ആ കംപ്ലൈന്റ്. പേരൻസ് നോർമലി പേരൻസ് ആർ ഓൺ ദ ഫോൺ ആൻഡ് these generation will ask questions. Why dad you are on the phone and why are you restricting me using that phone? ഇതൊരു കോമൺ ചോദ്യമാണ്. അതൊരു കണക്കിന് ശരിയാണ്. നമ്മൾ അവരെ കറക്റ്റ് ചെയ്യാൻ നോക്കുമ്പോൾ നമ്മൾ എത്ര സമയം ഫോണിൽ സ്പെൻഡ് ചെയ്യുന്നു. ഈ ട്രെയിനും ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ കുട്ടികളൊന്ന് കരഞ്ഞു പോയാൽ അച്ഛനമ്മമാർ ആദ്യം ചെയ്യുന്ന ഫോൺ എടുത്ത് കൈ കൊടുക്കുക. എന്നിട്ട് കുട്ടി കുറച്ച് വളരുമ്പോൾ ഈ കുട്ടി ഫോൺ പിടിക്കുമ്പോൾ നിങ്ങൾ എന്തിനാണ് ഫോൺ ഉപയോഗിക്കുന്നത്? ആക്ച്വലി പാരന്റ്സ് തന്നെയാണ് ഇത് ശീലിപ്പിക്കുന്നത്. കറക്റ്റ്. പിന്നെ അടുത്തൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് എന്ന് വെച്ചാൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ള ഇവരുടെ
മാർക്കും റാങ്ക്സും ഒക്കെയാണ്. സി നമ്മുടെ ഒരു ജനറേഷൻ അനുസരിച്ച് അല്ലെങ്കിൽ ഈവൻ അപ് ടു ജെൻ സി വെച്ച് വരെ നോക്കിക്കഴിഞ്ഞാൽ മാർക്സും റാങ്ക്സും വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അപ്പൊ ഇവര് തിരിച്ച് ചോദിക്കാറുണ്ട്, വാട്ട് ഈസ് സോ ഇമ്പോർട്ടൻ്റ് അബൌട്ട് മാർക്സ്, ഗെറ്റിംഗ് ഹൈ മാർക്സ് അല്ലെങ്കിൽ 90 ഇപ്പോഴത്തെ മാർക്സിന്റെ ഒരു ലെവൽ അനുസരിച്ച് എനിത്തിങ് അബൌവ് 95 കിട്ടിയില്ലെങ്കിൽ എന്തോ ഒരു വലിയ പരാജയം സംഭവിച്ച മാതിരിയാണ്. അപ്പൊ ഇതുമാതിരിയുള്ള ചോദ്യങ്ങൾ അവര് ചോദിക്കാറുണ്ട്. പിന്നെ അടുത്തത് നോക്കിക്കഴിഞ്ഞാൽ അവര് സാധാരണ രീതിയിൽ ചോദിക്കുന്നത് എന്താ, വൈ ഡാഡ് വൈ ആർ യു കമ്പയറിംഗ് മീ ടു സംബഡി എൽസ്. അപ്പോൾ ഇത് നമ്മുടെ പേരൻസിന്റെ ഏറ്റവും വലിയൊരു തെറ്റാണ്. നമ്മളത് എപ്പോഴും പേരൻസിൻ്റെ അടുത്ത് അഡ്വൈസ് ചെയ്യാറുണ്ട്, നിങ്ങൾ ഡോണ്ട് കമ്പയർ യുവർ കിഡ് വിത്ത് ദി വിത്ത് യുവർ നെക്സ്റ്റ് ഡോർ കിഡ് ഓർ വിത്ത് ഹിസ് ഫ്രണ്ട്സ് എന്നെപ്പോഴും നമ്മൾ സാധാരണ സംസാരിക്കാറുണ്ട്. അപ്പോൾ ഇതൊന്നും ഈ കുട്ടികൾക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ ഇവര് ഫോക്കസ് ചെയ്യുന്നത് അവര് പെർട്ടിക്കുലർലി അവർക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇരിക്കണം, ഒന്ന്. രണ്ട്, അവർക്ക് അവരുടേതായ ഫ്രണ്ട് സർക്കിളുണ്ട്. സോ ദേ ആർ വെരി കംഫർട്ടബിൾ ഇൻ ദാറ്റ്. ഇതുകൊണ്ടൊക്കെ ഒരു ഇഷ്യൂസ് ഉണ്ട്. ഇത് ഇപ്പോൾ ഈ ഒരു വേ ഓഫ് ലിവിങ് അല്ലെങ്കിൽ ഈ ഒരു ഇതിൽ ഒരുപാട് ഇഷ്യൂസ് വരാനുണ്ട്. ഒന്നാമത് നമ്മൾ ഈ മെന്റൽ ഇഷ്യൂസും ഒക്കെ ഇപ്പം വളരെ കൂടുതലായിട്ട് കുട്ടികൾക്ക് കണ്ടുവരാറുണ്ട്. അതെ. അപ്പൊ അതിന്റെ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ബേസിക്കലി ആങ്സൈറ്റി. ഇവർ വളരെ ആങ്ഷ്യസ് ആണ്. നമ്മുടെ നേരത്തെ ഉള്ള ജനറേഷൻ മാതിരിയല്ല. ബിക്കോസ് അത് മാത്രമല്ല, അവർക്ക് എന്തെങ്കിലും തിരിച്ചടികൾ നേരിടാനുള്ള ശക്തി കുറഞ്ഞു വരുന്നുണ്ട്. സോ ദേ ആർ ദേ കനോട്ട് ഫേസ് എന്താ പറയാ സെറ്റ് ബാക്സ്. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ഫോർ ദം. ഇതൊക്കെയാണ് ഇതിനെപ്പറ്റി തൽക്കാലം പറയാനുള്ളത്. പക്ഷേ ഐ തിങ്ക് ദേ നീഡ് മോർ ക്വാളിറ്റി ടൈം. പലപ്പോഴും പേരൻസിൻ്റെ അടുത്ത് കിട്ടാത്തൊരു കാര്യം, കുട്ടികൾക്ക് കിട്ടാത്തൊരു കാര്യം ക്വാളിറ്റി ടൈം ആയിരിക്കും തോന്നുന്നു. അതെ. അപ്പൊ അതിനെപ്പറ്റി പറയാനുള്ളതെന്ന് വെച്ചാൽ, എനിക്ക് ആദ്യം പറയാനുള്ളത്, നമ്മൾ നേരത്തെ പറഞ്ഞ ഇത് പാരന്റിങ്ങിന്റെ പാർട്ടായിട്ട് പറയേണ്ട കാര്യമാണെങ്കിൽ, നമുക്ക് അവരെ നമ്മളൊരു അഡ്വൈസർ റോളിൽ ഒരിക്കലും എടുക്കാൻ പാടില്ല. വി ഷുഡ് നോട്ട് ബി ലൈക്ക് അഡ്വൈസേഴ്സ് ഓൾവേസ് ടു അവർ കിഡ്സ്. അവരുടെ ഒപ്പം സഞ്ചരിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ മേജർ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സ്ക്രീൻ ടൈം. സ്ക്രീൻ ടൈം ഇപ്പം പണ്ടത്തെ മാതിരി ഇപ്പോൾ യു റെസ്ട്രിക്ട് ദം വിത്ത് ലൈക്ക് an half an hour or 1 hour. ഇത് അത്ര നടപ്പുള്ള കാര്യമല്ല. ബിക്കോസ് ഇൻ ഹാഫ് ആൻ അവർ 1 hour യു വോണ്ട് ബി ഏബിൾ ടു ഡു മച്ച്. അപ്പോൾ ബേസിക്കലി നമ്മൾ അവർക്ക് കുറച്ചുകൂടെ ലിബറൽ ആവേണ്ട ടൈമായി. ആൽഫ ജനറേഷൻ നമ്മൾ കുറച്ചുകൂടെ ലിബറൽ ആവണം. പക്ഷേ ഓഫ് കോഴ്സ് അവരെ നമ്മൾ ഒബ്സർവ് ചെയ്യണം എന്നുള്ളത്, വാട്ട് ദേ ആർ ഡൂയിങ് ഓൺ ദ സ്ക്രീൻ ടൈം, ഹൗ ആർ ദേ സ്പെൻഡിങ് എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ വാച്ച് ചെയ്യണം, ഒബ്സർവ് ചെയ്യണം. പിന്നെ അത് കൂടുതലാണെങ്കിൽ നമ്മൾ റെസ്ട്രിക്ഷൻസും കൊണ്ടുവരണം, അതിന് സംശയമൊന്നുമില്ല. പിന്നെ അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത്, ഇവർ മോസ്റ്റ്ലി ദേ ആർ ടൈഡ് അപ്പ് ഇൻ ദ റൂംസ്. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അവരുടെ ഫിസിക്കൽ ആക്ടിവിറ്റി വളരെ കുറവാണ്. അപ്പൊ അത് പേരൻസ് കുറച്ച് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. അവരെ മറ്റുള്ള സ്പോർട്സ് ആക്ടിവിറ്റീസും ഔട്ട്ഡോർ ആക്ടിവിറ്റീസിലൊക്കെ കൂടുതൽ അവരെ പുഷ് ചെയ്ത് ഈ ഓൺലൈനിലിരുന്ന് കമ്പ്യൂട്ടേഴ്സിലോ അല്ലെങ്കിൽ ടാബ്സിലിരുന്ന് കളിക്കുന്ന അല്ല ഗെയിംസും ഒക്കെ കളിക്കുന്നതിൽ അവർ ഔട്ട്ഡോർ ഗെയിംസിലേക്ക് കുറച്ചുകൂടെ ഒക്കെ പുഷ് ചെയ്ത് അവരെ വിടുന്നത് നന്നായിരിക്കും. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, സിൻസ് ദേ ആർ ഓൺ ഓൺലൈൻ മോസ്റ്റ് ഓഫ് ദ ടൈം and most of their activities are online, there is a digital risk എപ്പോഴും അവർക്കുണ്ട്. ഫോർ എക്സാമ്പിൾ സൈബർ ക്രൈംസ് ഒക്കെ വളരെ കൂടിയിരിക്കുന്ന സമയമാണ്. ഈ കുട്ടികൾക്ക് അറിവില്ലാത്ത സമയമാണ്. സോ ദേ മൈറ്റ് get into the hands of scamsters, അല്ലെ സൈബർ അറ്റാക്സ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അപ്പോൾ ഓഫ് കോഴ്സ് എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ, യു ഹാവ് ടു ബി എ ലിറ്റിൽ ലിബറൽ these days to these kids, but at the same time you should observe them very carefully, what they are doing on their phones or on their screens. അതാണ് എനിക്ക് അതിനെപ്പറ്റി പറയാനുള്ളത്. നമ്മളിപ്പോൾ ജെൻ ആൽഫയെ പറ്റി പറഞ്ഞു, പക്ഷേ ജെൻ ബീറ്റ എന്ന് പറയുന്ന ഒരു അടുത്തൊരു ജനറേഷൻ വരുന്നത്, അത് ഇതിലും ഭീകരമാണ് അല്ലേ? എന്താണ് ജെൻ ബീറ്റയെ പറ്റി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പറയാനുള്ളത്? കാരണം തുടങ്ങിയതേ ഉള്ളൂ, 2025 ആരംഭിച്ചതേ ഉള്ളൂ അവരുടെ അതേ ഓട്ടം. അതെ. അപ്പൊ ജെൻ ബീറ്റയെ പറ്റി പറയാന്ന് വെച്ചാൽ, നമ്മള് ഇപ്പൊ അവരുടെ പഠിത്ത രീതികളെ പറ്റി പറയാം. നമ്മളിപ്പോ തൊട്ടു മുമ്പത്തെ ആൽഫയിൽ നമ്മൾ ഓൺലൈൻ പഠിത്തത്തിനെ പറ്റിയും ആപ്പിനെ പറ്റിയൊക്കെ പറഞ്ഞു.
ഇനിയും വരുന്ന ജനറേഷന് നമുക്ക് ദേ വിൽ ഹാവ് AI ട്യൂട്ടേഴ്സ്. ബേസിക്കലി അവർക്ക് അവരുടെ അധ്യാപകർ ചിലപ്പോൾ ഓൺലൈൻ ദേ വിൽ ഹാവ് എ വെർച്വൽ ട്യൂട്ടർ, AI ബേസ്ഡ് ട്യൂട്ടർ. അപ്പോൾ അതുപോലെ തന്നെ AI ബേസ്ഡ് ഫ്രണ്ട്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ AI ട്യൂട്ടേഴ്സ് വന്നു കഴിഞ്ഞാൽ ആ AI ട്യൂട്ടർ വിൽ ആക്ച്വലി അണ്ടർസ്റ്റാൻഡ് ദിസ് കിഡ് മച്ച് ബെറ്റർ. അപ്പൊ ആ കുട്ടീന്റെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സസ് ഒക്കെ അറിയാവുന്ന ഒരു റോബോട്ട്, AI റോബോട്ട് വിൽ ബി ആക്ച്വലി കോച്ചിങ് ഹിം. അപ്പൊ അതാണ് ഇനി അടുത്ത് വരാൻ പോകുന്ന, നമ്മൾ കാണാൻ പോകുന്ന വളരെ അത്ഭുതകരമായ കാര്യം. അപ്പോൾ നമ്മൾ ഈ ഫിസിക്കൽ ടീച്ചേഴ്സും അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സസും ഒക്കെ വിട്ടിട്ട് എവറി ചൈൽഡ് വിൽ ഹാവ് എ പ്രൈവറ്റ് ട്യൂഷൻ ടീച്ചർ. ഓക്കെ. ഇവര് ബൈ ബർത്ത് അവരൊരു ഗ്ലോബൽ സിറ്റിസൺ. അപ്പൊ ഗ്ലോബൽ സിറ്റിസൺ എന്ന് പറയുമ്പോൾ they can handle multiple languages, they will be comfortable with different cultures. പിന്നെ അതുപോലെ തന്നെ ഗ്ലോബൽ ഇഷ്യൂസിനെ പറ്റി അവർ കുറച്ചുകൂടെ അവരായിട്ട്, ബിക്കോസ് അവർ കാണുന്നത് നമ്മൾ കാണുന്നത് ഒരു ലിമിറ്റഡ് സ്പേസിലല്ല. നമ്മൾ ഇന്ത്യൻസ് ആണെങ്കിൽ നമ്മൾ മോസ്റ്റ്ലി വിൽ ബി വറീഡ് അബൌട്ട് ഇന്ത്യ ആൻഡ് ഏരിയാസ് അറൗണ്ട്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ താമസിക്കുന്ന ഗൾഫിലാണ്, ഗൾഫിൻ്റെ ഇവർ അങ്ങനെയല്ല. ബിക്കോസ് ദേ ആർ ഓൾറെഡി ദേ നോ മച്ച് മോർ ദാൻ വാട്ട് ഇസ് ഹാപ്പനിങ് ഇൻ ആൻഡ് അറൗണ്ട്. അപ്പോൾ ദേ ഹാവ് ബിക്കം ഗ്ലോബൽ സിറ്റിസൺ. അപ്പോൾ ഇതൊക്കെയാണ് അതിനെപ്പറ്റി ജനറലി പറയാനുള്ളത്. എന്തായാലും ഇപ്പോൾ നമ്മളിന്നൊരു ഇൻട്രൊഡക്ഷൻ കൊടുത്തതേ ഉള്ളൂ. ജസ്റ്റ് ജനറേഷനെ ഒന്ന് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളൊരു താല്പര്യമായിരുന്നു ഈ 2 എപ്പിസോഡുകൾക്ക് ഉണ്ടായത്. ഏകദേശം അതൊക്കെ നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. ഇതിപ്പോൾ ജെൻസി ആയാലും ജെൻ ആൽഫ ആയാലും ജെൻ ബീറ്റ ആയാലും ഒക്കെ നമ്മുടെ വരാൻ പോകുന്ന തലമുറയാണ്, നമ്മുടെ വരാൻ പോകുന്ന ലോകമാണ്. അവരോടൊപ്പം കൂടെ നിൽക്കേണ്ടത് നമ്മുടെ ഒരു കടമയാണ്. ഇപ്പോൾ അല്ലാതെ മറ്റു മാർഗ്ഗങ്ങളില്ല. നമ്മൾ ഒന്നുകിൽ അപ്ഡേറ്റഡ് ആവുക, അല്ലെങ്കിൽ കുട്ടികളോട് കുറേ കൂടി കമ്മ്യൂണിക്കേഷൻ സ്ട്രീംസ് വർദ്ധിപ്പിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അവരെ ഒബ്സർവ് ചെയ്ത് നേർവഴിക്ക് കൊണ്ടുപോകാനേ നമുക്ക് സാധിക്കും. എന്തായാലും ഇതിനെപ്പറ്റി കുറേ ധാരാളം സംസാരിക്കാനുണ്ട്. മൈൻഡിറ്റിൻ്റെ വരുന്ന എപ്പിസോഡുകളിലൊക്കെ നമ്മൾ ഇതിനെപ്പറ്റിയൊക്കെ സംസാരിക്കും. തീർച്ചയായും അടുത്ത ആഴ്ച മറ്റൊരു വിഷയം അല്ലേ, പുതിയൊരു വിഷയവുമായി നമുക്ക് കാണാം അല്ലേ. ശരി, നന്ദി, നമസ്കാരം. താങ്ക് യു പ്രദീപ്. താങ്ക് യു.